എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 1 ശ്ലോകം 38, 39, 40, 41, 42. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ നവമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗുരും യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. തുഷ്ടസ്തസ്മൈ സ ഭഗവാൻ ഋഷയേ പ്രിയമാവഹൻ സ്വാം ച വാചമൃതാം കുറുവൻ ഇദമാഹവിശാംപതേ. തുഷ്ട സ ഭഗവാൻ, സന്തോഷിച്ച ആ ഭഗവാൻ, ഋഷയെ ഋഷിക്കായിക്കൊണ്ട്, പ്രിയം ആവഹൻ പ്രിയത്തെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനും, സ്വാം വാചം തന്റെ വാക്കിനെ, ഋതാം കുറുവൻ ച യഥാർത്ഥമാക്കി ചെയ്യുന്നവനുമായിട്ട്, വിശാംപതേ ഹേ രാജൻ, ഇതം ആഹ ഇങ്ങനെ പറഞ്ഞു. ആ സുദ്യുമ്ന രാജാവ് വസിഷ്ഠ മഹർഷിയെ അങ്ങനെ സ്മരിച്ചപ്പോ അത് വസിഷ്ഠ മുനി പ്രത്യക്ഷനായി എന്ന് പറഞ്ഞല്ലോ. വസിഷ്ഠ മുനി സുദ്യുമ്നന്റെ വിഷമം കണ്ടിട്ട് മഹാദേവനെ തന്നെ സ്തുതിക്കുകയാണ്. ശാപമോക്ഷം കൊടുത്ത് സുദ്യുമ്നനെ വീണ്ടും പുരുഷനാക്കാനായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വസിഷ്ഠ മുനിയാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ ഹേ നൃപതേ, മഹാദേവൻ സന്തോഷായി സ്തുതി കേട്ടിട്ട് എന്നിട്ട് പ്രത്യക്ഷനായിട്ട് മുനിയുടെ ഇഷ്ടം സാധിപ്പിക്കണം, തന്റെ വചനം അത് അസത്യമാകാതെ ഇരിക്കണം എന്ന വിചാരത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു. മാസം പുമാൻ സഭവിത മാസം സ്ത്രീ തവ ഗോത്രജ ഇത്തം വ്യവസ്ഥയാ കാമം സുദ്യുമ്നോ അവതു മേദിനിം. തവ ഗോത്രജ സ, അങ്ങയുടെ പുത്രനായ അദ്ദേഹം, മാസം പുമാൻ മാസത്തിൽ പുമാനായും മാസം സ്ത്രീ ഭവിത മാസത്തിൽ സ്ത്രീയായും ഭവിക്കും. ഇത്തം വ്യവസ്ഥയ ഇപ്രകാരം വ്യവസ്ഥയോടുകൂടി സുദ്യുമ്നൻ മേദിനിയെ കാമം അവതു യഥേച്ഛം രക്ഷിക്കട്ടെ. മഹാദേവൻ പറയണ, ഹേ മുനെ, അങ്ങയുടെ പുത്രനെ പോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സുദ്യുമ്നൻ ഒരു മാസം പുരുഷനായിട്ടും പിന്നത്തെ മാസം സ്ത്രീയായിട്ടും ഭവിക്കും. ഇങ്ങനെയുള്ള വ്യവസ്ഥയോടുകൂടി വേണ്ട പോലെ ഭൂമിയെ രക്ഷിച്ചു കൊള്ളട്ടെ മഹാദേവൻ പറഞ്ഞു. ആചാര്യാനുഗ്രഹാൽ കാമം ലബ്ധ്വാ പുംസ്ത്വം വ്യവസ്ഥയാ പാലയാമാസ ജഗതീം നാഭ്യനന്ദൻ സ്മതം പ്രജാഃ. ആചാര്യാനുഗ്രഹാൽ, ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട്, വ്യവസ്ഥയ ഒരു നിശ്ചിത രീതിയോടുകൂടി, കാമം പുംസ്ത്വം ലബ്ധ്വാ ഇഷ്ടാനുസരണം വൃഷഭാവത്തെ ലഭിച്ചിട്ട്, ജഗതീം ഭൂമിയെ പാലയാമാസ പാലിച്ചു, പ്രജാഹ പ്രജകൾ, തം ന അഭ്യനന്ദൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചില്ല. അപ്പൊ അങ്ങനെ ആചാര്യനായ വസിഷ്ഠന്റെ അനുഗ്രഹത്തോടുകൂടി ഭഗവാൻ പറഞ്ഞ പോലെ ഒരു മാസം സ്ത്രീ ഒരു മാസം പുരുഷൻ, അങ്ങനെയാണല്ലോ. പുരുഷഭാവം കിട്ടിയതുകൊണ്ട് ഭൂമിയൊക്കെ പരിപാലിച്ചു, രാജാവായിട്ട് തന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സ്ത്രീയായിട്ട് ഭവിക്കുന്ന ആ മാസത്തില് ലജ്ജ നിമിത്തം അദ്ദേഹം പുറത്തിറങ്ങില്ല. അപ്പൊ ഇതെന്താ ഒരു മാസം പുറത്തിറങ്ങാത്തത്? പ്രജകൾക്കൊക്കെ സംശയം, അവർക്ക് അറിയണില്ലല്ലോ ഇത്. ഒരു മാസം ഭരിക്കും, പിന്നത്തെ മാസം പുറത്തിറങ്ങില്ല രാജാവ്, ഇതെന്താ? അപ്പൊ ജനങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പ്രജകള് ആ രാജാവിനെ അഭിനന്ദിച്ചില്ല. ഇത് അദ്ദേഹത്തിന് വളരെ വിഷമായി, മടുത്തു ജീവിതം എന്ന് പറയണമെന്നില്ല. തസ്യോൽക്കലോകയോ രാജൻ വിമലശ്ച സുതാസ്ത്രയ ദക്ഷിണാവധ രാജാനോ ബഭൂവുർധർമ്മവത്സലാ.
തസ്യ അദ്ദേഹത്തിന്റെ ത്രയസുതാഹ 3 പുത്രന്മാർ ദക്ഷിണാവധരാജാന ദക്ഷിണദേശാധിപതികളും ധർമ്മവത്സലാഹ ധർമ്മത്തിൽ വാത്സല്യമുള്ളവരുമായി ഭവിച്ചു. ഹേ രാജാവേ, സുദ്യുമ്നന് ഉത്കലൻ, ഗയൻ, വിമലൻ എന്ന 3 പുത്രന്മാരുണ്ടായി. അവര് തെക്കുള്ള രാജ്യങ്ങളെ പരിപാലിക്കുന്നവരും ധർമ്മത്തിൽ താല്പര്യമുള്ളവരുമായിരുന്നു. നന്നായിട്ട് രാജ്യം ഭരിച്ചു. ധർമ്മത്തോടുകൂടി ജനങ്ങളെ നല്ലവണ്ണം പരിപാലിച്ചു ആ 3 പുത്രന്മാരും. തതപരിണതേ കാലേ പ്രതിഷ്ഠാനവധി പ്രഭു പുരൂരവസൗത്സൃജ്യ ഗാം പുത്രായ ഗതോപനം. തത കാലേ പരിണതേ അനന്തരം കാലം അതിക്രമിച്ചപ്പോൾ പ്രതിഷ്ഠാനുപതി പ്രഭു ഭൂമണ്ഡലാധിപനായ പ്രഭു ഗാം ഭൂമിയെ പുരൂരവസെ പുത്രനായ പുരൂരവസനായിക്കൊണ്ട് ഉത്സൃജ്യ കൊടുത്തിട്ട് വനം ഗത വനത്തെ പ്രാപിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മടുത്തു. കുറെ കാലം ഇങ്ങനെ രാജ്യം ഭരിച്ചു. 1 മാസം സ്ത്രീ, 1 മാസം പുരുഷൻ, അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഇനി മതി ജീവിതം, ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. ആ പുരൂരവസ എന്നുള്ള പുത്രന് രാജ്യം കൊടുത്തിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോ വാർദ്ധക്യഗ്രസ്തനായപ്പോ പുരൂരവസിന് ഭൂമിയെ നൽകിയ ശേഷം കാട്ടില് തപസ്സിനായിട്ട് പോയി ആ രാജാവ്. ആ ഭൂമണ്ഡലത്തിന്റെ ആധിപത്യവും അതൊക്കെ ഏറ്റവും നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നതാണ് അദ്ദേഹം. പക്ഷെ എല്ലാത്തിനും കുറെ കാലം കഴിയുമ്പോൾ ഒരു മടുപ്പ് വരില്ലേ? അത് വരണം. അതാണ് എല്ലാം. ഒരു വിരക്തി വന്നു അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ട്. അങ്ങനെ അദ്ദേഹം മകനെ പുരൂരവസനെ ഇതെല്ലാം ഭൂമണ്ഡലം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പുരൂരവസനായിട്ട് ആ ഭൂമിയെ നൽകിയിട്ട് കാട്ടില് തപസ്സിനായിട്ട് ഗമിച്ചു എന്ന്. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. പ്രഥമ അധ്യായം, 1-ാമത്തെ അധ്യായം ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.